ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിറ്ററേച്ചറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് വിശ്വവിഖ്യാത സാഹിത്യകാരനായിട്ടുള്ള വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ചരിത്ര നാടകമായിട്ടുള്ള ജൂലിയസ് സീസറിലത്തെ ഒരു ഭാഗമായിട്ടുള്ള ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രിമെനാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് അറിഞ്ഞാലാണ് എന്താണ് ചാപ്റ്റർ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. When William Shakespeare's well-known history play Julius Caesar opens, Caesar is one of the triumvirs who ruled Rome. അപ്പോൾ നമ്മുടെ ചരിത്ര നാടകമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജൂലിയസ് സീസർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജൂലിയസ് സീസർ ആരാണ്? റോം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വിജയശ്രീ ലാളിതനായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് നമ്മുടെ സീസർ എന്നുള്ളത് മനസ്സിലാക്കുക. ഹി ഈസ് അസാസിനേറ്റഡ് ഇൻ ദ ക്യാപിറ്റൽ ബൈ എ ബാൻഡ് ഓഫ് കോൺസ്പിറേറ്റേഴ്സ് ലെഡ് ബൈ ഹിസ് ബോസും ഫ്രണ്ട് ബ്രൂട്ടസ്. അപ്പോൾ അദ്ദേഹം കൊല ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ബ്രൂട്ടസിൻ്റെ മേൽനോട്ടത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം ബ്രൂട്ടസ് മുന്നിൽ നിന്നുകൊണ്ട് ചതിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജൂലിയസ് സീസറിനെ കൊല്ലുന്നത്. അവർ ഒരുപാട് പേര് ഗൂഢാലോചന നടത്തിയിട്ട് എന്ത് ചെയ്യണം, അദ്ദേഹത്തിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്, പുറകെ നിന്ന് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ യൂസ് ചെയ്യാറില്ലേ, യൂട്യൂബ് ബ്രൂട്ടസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ഒരു ടേം വന്നിട്ടുള്ളത് ഇവിടെ നിന്നാണ് കേട്ടോ. അതായത് നീയും കൂടെ ചേർന്നിട്ടാണോ എന്ന് ആ ഒരു ഞെട്ടൽ. കാരണം ഉറ്റ സുഹൃത്തായിട്ട് അത്രയും നാൾ കൂടെ നടന്നിട്ടുള്ള ബ്രൂട്ടസാണ് എന്ത് ചെയ്യുന്നത്, പുറകിൽ നിന്ന് അദ്ദേഹത്തിന് കുത്തുന്നത്. അപ്പോൾ ആ ഒരു ഇൻസിഡൻ്റ് ആണ് ഉണ്ടാവുക. അങ്ങനെയാണ് നമ്മുടെ ജൂലിയസ് സീസർ മരിക്കുന്നത്. ആഫ്റ്റർ ദിസ് ബ്രൂട്ടസ് എക്സ്പ്ലെയിൻസ് ദ റീസൺസ് ഫോർ ദി ആക്ട് ഇൻ എ ഷോർട്ട് ബട്ട് എഫക്റ്റീവ് സ്പീച്ച് ദാറ്റ് അപ്പിയേഴ്സ് ടു കൺവിൻസ് ദ റോമൻ സിറ്റിസൻസ്. അങ്ങനെ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിന് ശേഷം ഈ ബ്രൂട്ടസ് എന്ത് ചെയ്യാണ്, അതായത് ഈ റോമൻ ജനങ്ങൾ അല്ലെങ്കിൽ റോമൻസ് എന്ത് ചെയ്യരുതല്ലോ, തിരിച്ച് ഇനി ഇദ്ദേഹത്തിന്, അതായത് ബ്രൂട്ടസിനെതിരെ തിരിയാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഉപദ്രവിക്കാനോ ഒന്നും വരരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ പാകത്തിന് ഇങ്ങനെ സീസർ ഭയങ്കര മോശമായിരുന്നു, അയാൾ ഭയങ്കര അങ്ങനെയാണെന്ന് ഇങ്ങനെയായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ കൊല്ലേണ്ടി വന്നത് എന്നുള്ള രീതിക്ക് സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും റോമൻ ജനങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ പറഞ്ഞ് വശത്താക്കാൻ വേണ്ടിയിട്ട്, ഇദ്ദേഹത്തിനെതിരെ ഇനി ബ്രൂട്ടസിനെതിരെ തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടും കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സ്പീച്ച് അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഉണ്ടാകുന്ന സംഭവമാണ് ഇത്. മാർക്ക് ആൻ്റണി, സീസേഴ്സ് ഫ്രണ്ട്, സീക്സ് ബ്രൂട്ടസ് പെർമിഷൻ ടു റെൻഡർ എ ഫ്യൂണറൽ യൂളജി ടു സീസർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്പീച്ചൊക്കെ കഴിഞ്ഞു, ബ്രൂട്ടസിൻ്റെ സ്പീച്ചൊക്കെ കഴിഞ്ഞ ശേഷം മാർക്ക് ആൻ്റണി, അതിനകത്ത് വരുന്ന മറ്റൊരു മേജർ കഥാപാത്രമാണ്. മാർക്ക് ആൻ്റണി എന്ന് പറയുന്നത് സീസറിൻ്റെ സുഹൃത്താണ്, ജൂലിയസ് സീസറിൻ്റെ സുഹൃത്താണ്. അപ്പോൾ മാർക്ക് ആൻ്റണിക്ക് നല്ല ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ട്, അതായത് സീസറിനെ ചതിച്ചു കൊന്നതിൽ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ മാർക്ക് ആൻ്റണി എന്ത് വിചാരിക്കുകയാണ്, നമ്മുടെ ബ്രൂട്ടസിനോട് പെർമിഷൻ ചോദിക്കുക, ഞാനൊരു ഫ്യൂണറൽ യൂളജി ചെയ്യട്ടെ. യൂളജി എന്നുള്ളത് സ്പീച്ച്, ഒരാളുടെ മരണത്തിന് ശേഷം നടത്തുന്ന ഒരു സ്പീച്ചിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സ്പീച്ച് സീസറിനെ കുറിച്ച് ഞാൻ ചെയ്യട്ടെ, സീസറിന് വേണ്ടി ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രൂട്ടസിൻ്റെ അടുത്ത് മാർക്ക് ആൻ്റണി എന്ത് ചെയ്യാണ്, പെർമിഷൻ ചോദിക്കുകയാണ്. ബ്രൂട്ടസ് എഗ്രീസ്. ബ്രൂട്ടസ് ആ ശരി ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. ആൻ്റണീസ് മാസ്റ്റർഫുൾ ഒറേഷൻ എക്സ്പേർട്ട്ലി മാനിപ്പുലേറ്റ്സ് ദ ഇമോഷൻസ് ഓഫ് ദി ക്രൗഡ്. പക്ഷേ അതേസമയം ആൻ്റണിയുടെ പ്ലാൻ എന്തായിരുന്നു, അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഒരു സീസറിനെ കൊന്നതിനുള്ള ഒരു പ്രതികാരം ചെയ്യുക, അല്ലെങ്കിൽ ഇത്രയും കാര്യമായിട്ട് നമ്മുടെ ബ്രൂട്ടസ് എന്ത് ചെയ്തിട്ട് ആളുകളെ കൺവിൻസ് ചെയ്തു, അതേ ആളുകളെ എന്ത് ചെയ്യണം, പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ബ്രൂട്ടസ് ചതിച്ചു കൊന്നതാണ് സീസറിനെ എന്ന് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ആളുകളെ തിരിച്ച് ബ്രൂട്ടസിനെതിരാക്കി മാറ്റുക എന്നുള്ള എയിം വെച്ചിട്ടാണ് നമ്മുടെ ആൻ്റണി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്പീച്ചിന് കയറുന്നതിന് മുന്നേ നമ്മുടെ ബ്രൂട്ടസ് പറയുന്നുണ്ട്, വെറുതെ എനിക്കെതിരായിട്ടുള്ളൊന്നും നീ പറയരുത് എന്നൊക്കെ പറഞ്ഞ് അതൊന്നും പറയില്ല എന്നുള്ള വാക്കൊക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ ആൻ്റണി സ്പീച്ചിന് വരുന്നത്. ഹി persuades them to believe that Brutus and the conspirators had selfish motives and the crowd wants to avenge Caesar's murder. അങ്ങനെ ഫൈനലി ആൻ്റണി സംസാരിച്ച് അവസാനം എപ്പോഴേക്കും കാര്യങ്ങൾ എവിടേക്ക് എത്തിച്ചു, ബ്രൂട്ടസും അവൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് ചതിച്ചിട്ടാണ് സീസറിനെ കൊന്നത്. സീസർ നല്ലൊരു മനുഷ്യനായിരുന്നു, അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് സീസറുടെ അധികാരം ഉയർന്നു വരുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ എല്ലാവരുടെയും ഇടയിലുള്ള ജനപ്രിയതയൊക്കെ കണ്ടിട്ട് അതിനകത്ത് ഇവർക്കുള്ള പൊസിഷൻ കൂടെ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ മൊത്തത്തിലൊരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയായിട്ട് അദ്ദേഹം മാറുമോ എന്നൊക്കെയുള്ള ഒരു സെൽഫിഷ് മോട്ടീവ് കാരണമാണ് ഇവർ അദ്ദേഹത്തിനെ കൊന്നത് എന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആൻ്റണിയും കൊണ്ട് സാധിക്കുകയാണ്. ഹിയർ ഇസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ആൻ്റണീസ് ഒറേഷൻ, ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്പീച്ച് ഡ്യൂറിങ് വിച്ച് ദ മോബ് ഹാവ് ബിഗൺ ടു ചേഞ്ച് ദെയർ മൈൻഡ്സ്. ആ ഒരു ആൻ്റണിയുടെ സ്പീച്ചിൻ്റെ പോർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ഫസ്റ്റ് നമ്മുടെ ഈ ഒരു സീസറിൻ്റെ കൊലപാതകം കഴിയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ബ്രൂട്ടസിൻ്റെ സ്പീച്ച് കഴിയുന്നുണ്ട്. ബ്രൂട്ടസ് അയാളെ ന്യായീകരിക്കുന്ന രീതി, സ്വയം ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള സ്പീച്ചൊക്കെ നടത്തി ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി വശത്താക്കി വെച്ചിരിക്കുകയാണ്. അവിടേക്കാണ് നമ്മുടെ ആൻ്റണി വരുന്നത്. സീസറിൻ്റെ കൊലപാതകത്തിൻ്റെ യഥാർത്ഥ കഥ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആൻ്റണി വരുന്നു. ആ ഒരു ആൻ്റണിയുടെ സ്പീച്ചിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ആളുകൾക്ക് മനസ്സ് വീണ്ടും മാറുന്നത്, ശരിയാണല്ലോ ഈ പറഞ്ഞമാതിരിക്ക് സീസറിൻ്റെ ഭാഗത്ത് ശരിയുണ്ടല്ലോ, സീസറിനെ ചതിച്ചു കൊന്നതാണല്ലോ എന്നൊരു മനംമാറ്റം സംഭവിക്കുന്ന ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കണം.
അപ്പോൾ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ. അപ്പോൾ അത് ഫസ്റ്റ് ലൈൻ തന്നെയാണ് കേട്ടോ. അത് ആൻഡ്രോയുടെ സ്പീച്ചിൻ്റെ ഫസ്റ്റ് ലൈൻ തന്നെയാണ് നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ. നമ്മൾ അഭിസംബോധന ചെയ്യുകയാണ്. സ്പീച്ചിൻ്റെ മുന്നിൽ നമ്മൾ അഭിസംബോധന ചെയ്യുമല്ലോ. ലെൻ മി യുവർ ഇയേഴ്സ്. അപ്പോൾ നിങ്ങളുടെ ഇയേഴ്സ് എനിക്ക് എന്ത് ചെയ്യൂ, കുറച്ച് നേരത്തേക്ക് തരും. അതായത് ഞാൻ പറയുന്നത് കേൾക്കൂ എന്നാണ് പറയുന്നത്. ഐ കം ടു ബറി സീസർ. ഞാൻ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സീസറിനെ ബറി ചെയ്യാൻ വേണ്ടിയിട്ട്, സീസറിൻ്റെ ശവസംസ്കാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പേരുകൾ ഓർക്കണം കേട്ടോ. ജൂലിയസ് സീസറാണ് കൊല്ലപ്പെട്ട വ്യക്തി. അദ്ദേഹത്തിനെ കൊന്ന അതിൻ്റെ ആ ഒരു മുന്നിൽ നിന്നിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ബ്രൂട്ടസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് മാർക്ക് ആൻ്റണി. ആ പേരുകൾ നമ്മൾ മാറരുത്. ഐ കം ടു ബറി സീസർ. ഞാൻ വന്നത് സീസറിനെ ഇപ്പോൾ ബറി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോട്ട് ടു പ്രൈസ് ഹിം. അല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിന് വാഴ്ത്താൻ വേണ്ടിയിട്ടോ പുകഴ്ത്താൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല വന്നിരിക്കണം. ദ ഈവൽ ദാറ്റ് മെൻ ഡു ലിവ്സ് ആഫ്റ്റർ ദം. ആളുകൾ ചെയ്യുന്ന മോശമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈവിളായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പൈശാചികമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയില്ലേ. അപ്പം അത്തരത്തിൽ പൈശാചികമായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ശേഷം, അവരുടെ മരണത്തിന് ശേഷം അത് നിലനിൽക്കും. ദ ഗുഡ് ഇസ് ഓഫ് ഇൻഡേർഡ് വിത്ത് ദെയർ ബോൺസ്. പക്ഷെ നന്മ ചെയ്തത് ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ മരിച്ച അവരുടെ അസ്ഥി ഇല്ലാണ്ടാവുന്നതോട് കൂടിയിട്ട് ചിലപ്പോൾ ഇല്ലാണ്ടായി പോകും. സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ. അപ്പോൾ അതുകൊണ്ട് തന്നെ സീസറിൻ്റെ കാര്യങ്ങൾ സീസറിന് വിട്ടുകൊടുക്കുക. കാരണം അദ്ദേഹം ചെയ്ത നന്മയോ തിന്മയോ ഒക്കെ അങ്ങനെ ഇരുന്നോട്ടെ. ദ നോബിൾ ബ്രൂട്ടസ് ഹാഡ് ടോൾഡ് യു സീസർ വാസ് ആംബീഷ്യസ്. അപ്പോൾ നമ്മുടെ മാന്യനായിട്ടുള്ള, നമ്മളത് ഒരു ആക്കിയ രീതിയിലാണ് കേട്ടോ ആൾ പറയണം. നമ്മുടെ വളരെ മാന്യനായിട്ടുള്ള നമ്മുടെ സീസർ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. ഹാഡ് ടോൾഡ് യു എന്നുള്ളത് ഹാഡ് ടോൾഡ് യു എന്നാട്ടോ ഉദ്ദേശിക്കുന്നത്. ആ ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഹാഡ് ടോൾഡ് യു സീസർ വാസ് ആംബീഷ്യസ്. സീസർ ഭയങ്കര ആംബീഷ്യസ് ആണ്, അല്ലെങ്കിൽ അത്യാഗ്രഹിയാണ് എന്നൊക്കെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു. നമ്മുടെ മാന്യനായിട്ടുള്ള ബ്രൂട്ടസ് കേട്ടോ. മാന്യനായിട്ടുള്ള ബ്രൂട്ടസ് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം സീസർ ഭയങ്കര അത്യാഗ്രഹിയായിരുന്നു, ആംബീഷ്യസ് ആയിരുന്നു എന്നൊക്കെ ഇപ്പോൾ പറയുകയുണ്ടായി. ഇഫ് ഇറ്റ് വാസ് സോ ഇറ്റ് വാസ് എ ഗ്രീവസ് ഫോൾട്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതെന്താണ്, വലിയൊരു തെറ്റ് തന്നെയാണ്. അത്രയും വലിയൊരു അത്യാഗ്രഹിയായിരുന്നു എന്നുണ്ടെങ്കിൽ, സീസർ അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ തെറ്റ് തന്നെയാണ്. ആൻഡ് ഗ്രീവസ്ലി ഹാഡ് സീസർ ആൻസേർഡ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള മറുപടി സീസറിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്, അതിനുള്ള ആൻസർ സീസറിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം കൊല ചെയ്യപ്പെട്ടല്ലോ. ഹിയർ അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് ദ റെസ്റ്റ്, ഫോർ ബ്രൂട്ടസ് ഇസ് എൻ ഹോണറബിൾ മാൻ. അപ്പോൾ ഇനി എന്താണ് പറയാൻ പോകുന്നത്, ബ്രൂട്ടസിനും അല്ലെങ്കിൽ ആ ഒരു ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിത്ത് ദ പെർമിഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അണ്ടർ ലീവ് ഓഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അണ്ടർ ലീവ് ഓഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിത്ത് ദ പെർമിഷൻ, നമ്മൾ പെർമിഷനോട് കൂടിയിട്ട് എന്ന് പറയില്ല, അത്തരത്തിൽ. ഹിയർ അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് ദ റെസ്റ്റ്. അപ്പോൾ എല്ലാവരുടെയും ആ ഒരു പെർമിഷനോട് കൂടിയിട്ട് എന്നുള്ളൊരു മീനിങ്ങിലാണ്. ഫോർ ബ്രൂട്ടസ് ഇസ് എൻ ഹോണറബിൾ മാൻ. ബ്രൂട്ടസ് എന്ന് പറയുന്നത് വളരെ ഹോണറബിളാണ്, വളരെ മാന്യനായിട്ടുള്ള, വളരെ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ നമ്മുടെ ബ്രൂട്ടസ്. അതിൽ നമുക്ക് വേറെ ഇതൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ അതേ ഓൾ. അപ്പോൾ ആദ്യം അതിൻ്റെ തൊട്ടുമുന്നത്തെ ലൈനിൽ എന്ത് പറഞ്ഞു, അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് ദ റെസ്റ്റ് എന്ന് പറഞ്ഞു. ബ്രൂട്ടസിൻ്റെയും ബാക്കിയുള്ള എല്ലാവരുടെയും ആ ഒരു പെർമിഷനോട് കൂടി, എല്ലാവരുടെയും പെർമിഷനോട് കൂടി ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. ബ്രൂട്ടസ് എന്ന് പറയുന്നത് വളരെ ഹോണറബിൾ ആയിട്ടുള്ള, വളരെ മാന്യനായിട്ടുള്ള വ്യക്തിയാണ്. സോ ആർ ദേ ഓൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വളരെ മാന്യന്മാരായിട്ടുള്ള ആളുകളാണ്. ഓൾ ഹോണറബിൾ മെൻ. എല്ലാവരും എന്താണ്, വളരെ മാന്യന്മാരായിട്ടുള്ള മനുഷ്യന്മാരാണ്. കം ഐ ടു സ്പീക്ക് ഇൻ സീസേഴ്സ് ഫ്യൂണറൽ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്തിനാണ്, സീസറിൻ്റെ ഒരു ഫ്യൂണറലിൽ സംസാരിക്കാൻ, സംസ്കാര ചടങ്ങിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഹി വാസ് മൈ ഫ്രണ്ട്. എനിക്കെല്ലാവർക്കും അറിയാം. കാരണം എന്താണ്, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ. എന്നോട് വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള, വളരെ വിശ്വസ്തനായിട്ടുള്ള, അല്ലെങ്കിൽ എന്നോട് വളരെ ജസ്റ്റായിട്ട്, നീതിമാനായിട്ട് നിന്നിട്ടുള്ള എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് തന്നെയാണ് നമ്മുടെ സീസർ. ബട്ട് ബ്രൂട്ടസ് സേസ് ഹി വാസ് ആംബീഷ്യസ്. പക്ഷേ ബ്രൂട്ടസ് പറയുന്നത് എന്താണ്, സീസർ ഭയങ്കര ആംബീഷ്യസ് ആയിരുന്നു, ഭയങ്കര അത്യാഗ്രഹിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാണ് സീസർ പറയുന്നത്. ആൻഡ് ബ്രൂട്ടസ് ഇസ് എൻ ഹോണറബിൾ മാൻ. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ. അപ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അത്, കളിയാക്കി കൊണ്ട് പറയുന്നതാണ്. പക്ഷേ ബ്രൂട്ടസ് വളരെ മാന്യനാണ് കേട്ടോ, അത് വേറെ കാര്യം. ബ്രൂട്ടസ് വളരെ മാന്യനാണ്. ഹി ഹാഡ് ബ്രോട്ട് മെനി ക്യാപ്റ്റീവ്സ് ഹോം ടു റോം. അപ്പോൾ ഒരുപാട് ആളുകളെ, അതായത് പിടിക്കപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ക്യാപ്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബന്ദികളാക്കിയിട്ട് കൊണ്ടുപോകാന്ന് പറയില്ല, അപ്പോൾ അത്തരത്തിൽ. അപ്പോൾ ഒരുപാട് ക്യാപ്റ്റീവ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ച് റോമിലേക്ക് കൊണ്ടുവരാൻ ആരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്, നമ്മുടെ സീസറിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ബന്ദികളായിട്ടുള്ള ആളുകളെ വേറെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്നും അവരെ രക്ഷിച്ച് തിരിച്ച് റോമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്, നമ്മുടെ സീസറിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഹൂസ് റാൻസംസ് ഡിഡ് ദ ജനറൽ കഫേഴ്സ് ഫിലിം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള മോചനദ്രവ്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോചനദ്രവ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നിറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഖജനാവ് എന്ന് പറയില്ല, ഖജനാവ് ഫില്ല് ചെയ്തിട്ടുണ്ട്.
അതായത് അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തികൾക്ക് അവർക്ക് കിട്ടിയിട്ടുള്ള മോചന ദ്രവ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് നമ്മുടെ എന്താ പറയുക ഖജനാവ് നിറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ക്യാപ്റ്റീവ്സിൻ്റെ ബന്ദികളുടെ കാര്യം തന്നെ നമുക്ക് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. ഒരുപാട് ബന്ദികൾ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. വേറെ രാജ്യങ്ങളിൽ നിന്ന് ബന്ദികളെ കൊണ്ടുവന്നിട്ട് ഇവരെ വിട്ടുകൊടുക്കുന്ന സമയത്ത് നമ്മൾ മോചനദ്രവ്യം ചോദിക്കുമല്ലോ. അപ്പോൾ അത്തരത്തിൽ കിട്ടുന്ന പൈസ കൊണ്ടാണെങ്കിലും ഒരുപാട് പൈസ നമ്മുടെ ഖജനാവിൽ അദ്ദേഹത്തിൻ്റെ കാര്യം കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡിഡ് ദ സൺ സീസർ സീം ആംബിഷ്യസ്? അപ്പോൾ അതുകൊണ്ടാണോ എല്ലാവർക്കും സീസർ ഭയങ്കര അത്യാഗ്രഹിയാണ്, ആംബിഷ്യസ് ആണെന്ന് തോന്നുന്നത്? വെൻ ദാറ്റ് ദ പുവർ ഹാവ് ക്രൈഡ് സീസർ ഹാഡ് വെപ്റ്റ്. സാധാരണക്കാരായ ആളുകൾ, പാവപ്പെട്ട ആളുകൾ കരയുന്ന സമയത്ത് സീസറും കൂടെ കരഞ്ഞിട്ടേ ഉള്ളൂ. വെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് തേങ്ങിക്കരയാം. സീസറും എന്ത് ചെയ്തിട്ടുണ്ട്, കൂടെ കരഞ്ഞിട്ടുണ്ട്. ആംബിഷൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേണർ സ്റ്റഫ്. പക്ഷേ ആംബിഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്റ്റേണർ ആയിട്ടുള്ള, കുറച്ചും കൂടെ എന്താ പറയുക, സ്റ്റേൺ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് സ്ട്രോങ്ങർ എന്ന് പറയില്ലേ, കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്നാണ് എൻ്റെ വിശ്വാസം. യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് ആംബിഷ്യസ്. പക്ഷേ ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം സീസർ ആംബിഷ്യസ് ആയിരുന്നു. കാരണം പാവപ്പെട്ട ആളുകൾ കരയുമ്പോൾ കൂടെ കരയുന്ന ഈ മനുഷ്യനാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, വളരെ അത്യാഗ്രഹിയാണെന്ന് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു അത്യാഗ്രഹി ആയിട്ടുള്ള മനുഷ്യൻ തീർച്ചയായിട്ടും കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആവേണ്ടതുണ്ട്. ആൻഡ് ബ്രൂട്ടസ് ഈസ് എൻ ഹോണറബിൾ മാൻ. പക്ഷേ ബ്രൂട്ടസ് വളരെ നല്ല മനുഷ്യനാണ്, മാന്യനാണ്. You all did see that on the Lupercal I thrice presented him a kingly crown. ഞാൻ 3 വട്ടം, ലുപ്പർക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ റോമൻ ഫെസ്റ്റിവലാണ് കേട്ടോ, ഒരു റോമൻ ഫെസ്റ്റിവൽ ഓഫ് പ്യൂരിഫിക്കേഷനാണ്. അപ്പോൾ ആ ഒരു ഫെസ്റ്റിവൽ ടൈമിൽ 3 വട്ടം ഞാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രൗണ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ എന്താ പറയുക രാജാവാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെയും എന്താണ് സംഭവിച്ചിട്ടുള്ളത്, വിച്ച് ഹി ഡിഡ് ത്രൈസ് റെഫ്യൂസ്. പക്ഷേ ആ ഒരു 3 തവണയും അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തത്. രാജ്യപദവി വേണ്ട എന്നുള്ള രീതിക്ക് അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തത്. വാസ് ഇസ് ആംബിഷൻ? അതിനെയാണോ നമ്മൾ ആംബിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കണം? ഗെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് ആംബിഷ്യസ്. പക്ഷെ എന്നിട്ടും എന്ത് ചെയ്യുന്നു, ബ്രൂട്ടസ് പറയുകയാണ് അദ്ദേഹം വളരെ ആംബിഷ്യസ് ആണെന്ന്. ആൻഡ് ഷുവർ ഹീ ഈസ് ആൻ ഓണറബിൾ മാൻ. ശരിയാണ്, പക്ഷേ നമ്മുടെ ബ്രൂട്ടസ് വളരെ ഹോണറബിൾ ആണ് കേട്ടോ, വളരെ മാന്യനാണ്. ഐ സ്പീക്ക് നോട്ട് ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്ക്. ഞാൻ ഒരിക്കലും ബ്രൂട്ടസ് ഇപ്പോൾ പറഞ്ഞു നിർത്തിയ കാര്യങ്ങളെ ഒന്നും ഡിസ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ തെറ്റാണ് എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ബട്ട് ഹിയർ ആം ടു സ്പീക്ക് വാട്ട് ഐ ഡു നൗ. പക്ഷേ എനിക്ക് എന്താണോ അറിയുന്നത് അത് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അല്ലാണ്ട് ബ്രൂട്ടസ് പറഞ്ഞ കാര്യങ്ങൾ അതിനെ തിരുത്താനോ തെറ്റാന്ന് പറയാനോ ഒന്നിനല്ല ഞാൻ വന്നിട്ടുള്ളത്. യു ഓൾ ഡിഡ് ലവ് ഹിം വൺസ്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാലത്ത് അദ്ദേഹത്തിനെ സ്നേഹിച്ചിട്ടുണ്ട്, അതായത് സീസറിനെ സ്നേഹിച്ചിട്ടുണ്ട്. നോട്ട് വിത്തൗട്ട് കോസ്, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, സീസറിനെ സ്നേഹിച്ചിട്ടുണ്ട്. വാട്ട് കോസ് വിത്ത് ഹോൾഡ്സ് യു ദെൻ ടു മോൺ ഫോർ ഹിം. അപ്പോൾ എന്താണ് നിങ്ങളതിനെ പിടിച്ചു നിർത്തുന്നത്, അതായത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വിഷമിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി വിഷമിക്കുന്നതിൽ നിന്നും നിങ്ങളെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ഘടകം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടം പോയത് എന്നാണ് ചോദിക്കണം. ഓ ജഡ്ജ്മെൻറ്റ് ദ വാട്ട് ഫ്ലഡ് ടു ബ്രൂട്ടസ് ബ്രസ്റ്റ്. അപ്പോൾ ഓ ജഡ്ജ്മെൻറ്റ് എന്നുകൊണ്ട് ജഡ്ജ്മെൻറ്റിനെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു നീതി ന്യായം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു നീതിയോട് കൂട്ട് അല്ലെങ്കിൽ ആ ഒരു ജഡ്ജ്മെൻറ്റിനോട് ചോദിക്കണം, ഓ ജഡ്ജ്മെൻറ്റ് ദ വാട്ട് ഫ്ലഡ് ടു ബ്രൂട്ടിഷ് ബീസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കല അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റേ നിങ്ങളുടെ ആ ഒരു കല എന്ത് സംഭവിച്ചിരിക്കുന്നു, ഫ്ലഡ് ടു ബ്രൂട്ടിഷ് ബീസ്റ്റ്. അപ്പോൾ വളരെ ക്രൂരന്മാരായിട്ടുള്ള ആളുകളിലേക്ക് അല്ലെങ്കിൽ വളരെ മൃഗങ്ങളെ പോലെ പെരുമാറുന്ന ക്രൂരന്മാരായ ആളുകളിലേക്കാണല്ലോ നീതിപീഠം അല്ലെങ്കിൽ നീതിയെ ജഡ്ജ്മെൻറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ പോയിട്ടുള്ളത്. ഇത്രയും കാലം വളരെ നല്ല രീതിയിൽ നിൽക്കേണ്ടിയിരുന്ന നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇത്തരത്തിൽ ക്രൂരന്മാരായിട്ടുള്ള ആളുകളുടെ അടുത്തേക്കാണല്ലോ പോയിട്ടുള്ളത്. ആൻഡ് മെൻ ഹാവ് ലോസ്റ്റ് ദെയർ റീസൺ. ആളുകൾക്ക് അവരുടെ വിവേചനവും വിവേകവും ഒക്കെ നഷ്ടപ്പെട്ടു പോയോ, അവരുടെ റീസണും ലോജിക്കൊക്കെ നഷ്ടപ്പെട്ടു പോയോ. ബേ വിത്ത് മീ, എന്നോട് ക്ഷമിക്കുക, അല്ലെങ്കിൽ എൻ്റെ കൂടെ എന്താ പറയുക, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, സഹിക്കേണ്ടതായിട്ട് വരുന്ന സിറ്റുവേഷൻ വരണം. അതായത് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ആളുകൾ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു നീതിയും ന്യായത്തിനൊക്കെ മറികടന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സഹിക്കേണ്ടതായിട്ട് വരികയാണ്. മൈ ഹാർട്ട് ഇസ് ഇൻ ദ കഫിൻ ദ വിത്ത് സീസർ. എൻ്റെ ഹൃദയം ഇപ്പോൾ എവിടെയാണ്, സീസറിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കഫിൻ്റെ അകത്ത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ശവക്കല്ലറയുടെ അകത്താണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് ഐ മസ്റ്റ് പോസ് ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ. അപ്പോൾ അത് എനിക്ക് തിരിച്ച് കിട്ടുന്നത് വരെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ പോസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതുവരെ എനിക്കിനി സംസാരിക്കാനായിട്ട് എന്നെയും കൊണ്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടെക്സ്റ്റിനകത്ത് വരുന്നത്. അതിന് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ കൂടെ വരുന്നുണ്ട്, അതുകൂടെ വായിച്ചാൽ നമുക്ക് കാര്യം ക്ലിയർ ആവും. ആഫ്റ്റർ മാർക്ക് ആൻ്റണി സ്പീച്ച് ദ ക്രൗഡ് ടേൺസ് അഗൈൻസ്റ്റ് കോൺസ്പിറേറ്റേഴ്സ് ആൻഡ് സീക്സ് ടു അവെഞ്ച് സീസേഴ്സ് മർഡർ. അപ്പോൾ മാർക്ക് ആൻ്റണി സംസാരിച്ചപ്പോഴാണ് ക്രൗഡിന്, കാഴ്ചക്കാർക്ക് എന്ത് മനസ്സിലാവുന്നത്, ഇത്രയും നേരം ബ്രൂട്ടസ് സംസാരിച്ചതൊക്കെ വെറുതെ ആയിരുന്നു. അപ്പോൾ ഈ ആളുകൾ എല്ലാവരും കൂടിയിട്ട് സീസറിൻ്റെ ഈ ഒരു കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ
എന്താ പറയുക, ബ്രൂട്ടസിനെതിരെ തിരിയണം. ദ കോൺസ്പിറേറ്റേഴ്സ് ലെഡ് ബൈ ബ്രൂട്ടസ് ആൻഡ് കാഷ്യസ് റിയലൈസ് ദ ഡേഞ്ചർ ആൻഡ് ഫ്ലീ. ബ്രൂട്ടസിനെ പോലെ തന്നെ വില്ലൻ റോൾ ചെയ്യുന്ന ആളാണ് കാഷ്യസ്. അപ്പോൾ ബ്രൂട്ടസും കാഷ്യസിനും കൂടിയിട്ട് അവർക്കെതിരായിട്ട് അവർക്ക് എന്ത് മനസ്സിലാവാണ്, പ്രശ്നമായി ആളുകളുടെ നിന്ന് അടി കിട്ടുമെന്ന് മനസ്സിലായിട്ട് അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. മാർക്ക് ആൻ്റണി ഹാവിങ് സക്സസ്ഫുള്ളി മാനിപ്പുലേറ്റഡ് ദ ക്രൗഡ് എമേർജസ് ആസ് എ ലീഡർ ഗാദറിങ് സപ്പോർട്ട് ഫ്രം ദി പീപ്പിൾ ഓഫ് റോം. അങ്ങനെ എന്ത് ചെയ്യാണ്, വളരെ നല്ല രീതിയിൽ മാർക്ക് ആൻ്റണിക്ക് എന്തിന് സാധിച്ചു, അവർ ആളുകളെ തന്നെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അങ്ങനെ അദ്ദേഹം എന്തായിട്ട് മാറുകയാണ്, ഒരു ലീഡറായിട്ട് മാറുകയാണ്. ഹി അലോങ് വിത്ത് ഒക്ടേവിയസ് ജൂലിയസ് സീസർസ് നെഫ്യൂ ആൻഡ് അതേഴ്സ് ലീഡ്സ് ദ ബാറ്റിൽ വിച്ച് റിസൾട്ട്സ് ഇൻ ദ ഡിഫീറ്റ് ആൻഡ് ഡെത്ത് ഓഫ് ദി കോൺസ്പിറേറ്റേഴ്സ്. അങ്ങനെ ഒക്ടേവിയസ് എന്ന് പറഞ്ഞാൽ ജൂലിയസ് സീസറിൻ്റെ നെഫ്യൂ ആണ്. അപ്പോൾ നെഫ്യൂവും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ആൻ്റണിയുടെ കൂടെ ചേർന്നിട്ട് ഇവർ യുദ്ധം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ എന്താ പറയുക, ബ്രൂട്ടസ് ഉൾപ്പെടെയുള്ള ആ ഒരു ഗൂഢാലോചനയിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തോൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഓവറോൾ കഥയായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു മാർക്ക് ആൻ്റണിയുടെ ആ ഒരു സ്പീച്ചിൻ്റെ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളതെന്നുള്ളത് ഓർത്ത് വയ്ക്കുക.